തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ 5.5 വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാർച്ച് 29-നാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത്. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുട്ടി മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് ആക്രമണത്തിനിരയായത്. അന്ന് 7 പേർക്ക് നായയുടെ കടിയേറ്റിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് IDRB വാക്സിൻ നൽകി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാർച്ച് 29-ന് ഒരു തെരുവുനായ 6 പേരെയാണ് കടിക്കപ്പെട്ടത്. അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 5.5 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിക്കേറ്റിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. അത് അറിഞ്ഞതോടുകൂടി ഇവിടെയുള്ള എല്ലാവരും, നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ്. കാരണം 6 പേർ കടികിട്ടി അവരുടെ ഈ കുട്ടിയൊക്കെ പലരുമായി ഇടപെട്ട കുട്ടികൾക്കാണ്. അപ്പം അതിലൊരു പ്രയാസമുണ്ട്. ഇവിടെയാണെങ്കിലും നമുക്ക് കുറെ ഈ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നിയമം നമുക്ക് അനുവദിക്കുന്നില്ല. ആകെ ചെയ്യാൻ പറയുന്നത് അവരുടെ കുടുംബാസൂത്രണവും അവരുടെ അതേപോലെ ABC പ്രോഗ്രാമിലൂടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.